ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ മാർച്ച് 1-ാം തീയതി നമ്മുടെ +2 സോഷ്യോളജി എക്സാം ആണ്. അപ്പോൾ എല്ലാവരും മോഡൽ എക്സാം ഒക്കെ എഴുതി റെഡി ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി പബ്ലിക് എക്സാം മാത്രം അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ അത്രയും സെറ്റ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ആകെ ഒരു മാസം കൂടെ ഉള്ളൂ. ഇനി ഇപ്പം ഈ കിട്ടുന്ന ഈ സ്റ്റഡി ലീവ് ഒന്നും നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്. നിങ്ങളുടെ ടൈം മാക്സിമം എന്ത് ചെയ്യുക, പഠിത്തത്തിലോട്ട് തന്നെ കൊണ്ടുവരിക. ആകെ ഒരു മാസമേ ഉള്ളൂ ഇനി നിങ്ങളെ കയ്യിൽ. അതായത് നമ്മളെ ലൈഫിലോട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഒരു സമയം ഇനി ഒരു തരത്തിലുള്ള ടൈം വേസ്റ്റിങ്ങും നിങ്ങൾ ചെയ്യരുത്. ഫുൾ ടൈം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഫുൾ ടൈം പഠിക്കുക എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് രാത്രിക്ക് എടുക്കുന്നത് വരെ പഠിക്കുക എന്നല്ല. കൂടുതൽ ടൈമും എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് തന്നെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ടൈം ഒഴികെ ബാക്കി സമയം മൊത്തം എന്ത് ചെയ്യുക, പഠിത്തത്തിലോട്ട് കൊണ്ടുവരാം. ഇനി ആകെ ഒരു മാസം കൂടെ അല്ലേ ഉള്ളൂ. അത് അത്രയും കഷ്ടപ്പാടില്ലല്ലോ. പിന്നെ നിങ്ങൾ +2 ആണ്, +1കാർക്ക് പിന്നെയും ഒരു ചാൻസും കൂടെ ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ചാൻസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വളരെ എളുപ്പമാണ് സോഷ്യോളജി മാർക്ക് സ്കോർ ചെയ്യാൻ, ഞാൻ എപ്പോഴും പറയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ നല്ല മാർക്ക് വാങ്ങി എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ വയ്യ, നിങ്ങൾ അത് അറിയിക്കും കൂടെ ചെയ്യുമ്പോൾ അത്രയും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. +2 സോഷ്യോളജി വളരെ എളുപ്പമാണ്, ഒരുവിധ ടെൻഷനും വേണ്ട. നിങ്ങൾ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അതുപോലെ നമ്മൾ എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള കാര്യം നമ്മൾ ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇവിടെ 10 essay ക്വസ്റ്റ്യൻ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 12 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. മാൽത്തൂസിയൻ സിദ്ധാന്തം അല്ലെങ്കിൽ മാൽത്തൂസിയൻ തിയറിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. അവിടെ 4 മാർക്കാണ് മാക്സിമം ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തന്നെ ഫസ്റ്റ് നോക്കിയത്. അതായത് 6 to 8 വരെയുള്ള മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ മാൽത്തൂസിയൻ തിയറിയാണ്, മാൽത്തൂസിയൻ സിദ്ധാന്തം. ഇതെങ്ങനെയാണ് ഉത്തരം എഴുതുക, അതാണ് സ്ട്രക്ചർ ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആൻസറിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, അതായത് ജനസംഖ്യ വർധനവിനെ കുറിച്ചുള്ള മാൽത്തൂസിയൻ സിദ്ധാന്തം, അതായത് പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചുള്ള ഈ മാൽത്തൂസിയൻ തിയറി അവതരിപ്പിച്ചത് ആരാണ്, നമ്മുടെ തോമസ് റോബർട്ട് മാൽത്തൂസ് ആണ്. ആ പുസ്തകത്തിന്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. essay ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം വിവരിച്ച് എഴുതണം. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്, ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണം മാൽത്തൂസ് പറയുന്നത് എങ്ങനെയാണ്, അതായത് ജനസംഖ്യാ വർധനവ് എങ്ങനെയാണ്, ഏത് ക്രമത്തിലാ, ജാമിതീയ ശ്രേണിയിലാണ്, അതായത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ എങ്ങനെയാ, 2, 4, അതായത് 2 + 2 4, 4 + 4 8, 8 + 8 16 അങ്ങനെയുള്ള ക്രമത്തിലാണ്. പക്ഷേ ഭക്ഷ്യോൽപാദനം, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണ്. അതായത് ഇരട്ടിച്ച് വരുന്നത് 2, 4, 6, 8 അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്, പക്ഷെ നമ്മളെ ഭക്ഷ്യോൽപാദനം ഇങ്ങനെ താഴ്ന്നു വരികയാണ്. അപ്പോൾ എന്തുണ്ടാവും സമൂഹത്തിൽ, ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരും. അതാണ് പറയുന്നത്. ഇത് എന്തിലേക്ക് നയിക്കും, ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നാണ് മാൽത്തൂസ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മറികടക്കാനായിട്ട് മാൽത്തൂസ് ഒരു കാര്യം പറയുന്നുണ്ട്, 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനസംഖ്യ വർധനവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നിവാരണ നിയന്ത്രണവും അതുപോലെ തന്നെ സ്വാഭാവിക നിയന്ത്രണവും. അത് നിങ്ങൾ എഴുതണം കേട്ടോ. 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് എഴുതണം. എഴുതാതെ വരുന്നവരെ കാണാറുണ്ട്. ഓക്കെ, നിവാരണ നിയന്ത്രണത്തിൽ എന്തായിട്ട് നമുക്ക് പറയാം, വിവാഹം വൈകിപ്പിക്കുക, അതുപോലെ ബ്രഹ്മചര്യം, നമ്മൾ ഒറ്റയ്ക്ക് സെൽഫായിട്ട് തീരുമാനം എടുക്കുന്നതാണ് അത് നിവാരണ നിയന്ത്രണം എന്ന് പറയുന്നത്. സ്വാഭാവിക നിയന്ത്രണത്തിൽ പെടുന്നത് എന്താണ്, അതായത് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങള്, നാച്ചുറൽ കലാമിറ്റീസ്, അതുപോലെ തന്നെ രോഗങ്ങള്, ഇത് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആളുകൾ കുറെ അങ്ങോട്ട് മരിച്ചു പോകും അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ജനസംഖ്യയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് ആര് പറയുന്നത്, മാൽത്തൂസ് പറയുന്നത്. അതുപോലെ തന്നെ നിവാരണ നിയന്ത്രണങ്ങൾ പറയുന്നത് എന്താണ്, വിവാഹം വൈകിപ്പിക്കുക, അതുപോലെ തന്നെ എന്താണ്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഇതും ഉൾക്കൊള്ളിക്കണം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ക്രിറ്റിസിസം, അതായത് എന്താണ്, വിമർശനം എഴുതാം. അതായത് ഇത് ഇപ്പോഴത്തെ കാലത്തിൽ എന്താണ്, റെലവൻസ് ഇല്ലാത്തൊരു സംഭവമാണ്. അതായത് ഇപ്പോഴൊക്കെ എന്താണ്, സർപ്ലസ് പ്രൊഡക്ഷൻ ആണ് അല്ലെ, പ്രൊഡക്ഷൻ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, ദാരിദ്ര്യമൊന്നും അങ്ങനെ ആരും ഫേസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ അതും വേണം ഇവിടെ കൂട്ടിച്ചേർത്തിട്ട് എഴുതാം. ഓക്കെ, അത്രയാണ് ഇവിടെ വിവരിച്ച് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അതൊരു സ്ട്രക്ചറിൽ തന്നെ എഴുതുക എന്നുള്ളതാണ്. ഫസ്റ്റത്തെ പോയിന്റ്, ഞാൻ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്, നിങ്ങളൊരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് എക്സാം എഴുതണം.
അതല്ല, നിങ്ങൾ ആദ്യം തന്നെ ജനസംഖ്യാ വർധനവിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എഴുതി വെച്ച് പിന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്ട്രക്ചർ ഇല്ല ആൻസറിന്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതിയെടുക്കാനും എന്താണ് ഒരു ട്രിക്ക് ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു അതിലപ്പോ ഫസ്റ്റത്തെ കാര്യം എന്താണ്, നിങ്ങൾ പഠിച്ചതിന്റെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്ത് പഠിക്കുക. ആദ്യം എന്തെഴുതണം, ആൻസർ എഴുതുമ്പോൾ എന്താണ് ആ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര വൃത്തിയായിരിക്കും നമ്മളെ ആൻസർ വായിക്കുമ്പോഴും. അതായത് ടീച്ചേഴ്സിന് അത്രയും ഇംപ്രഷൻ ആവും നിങ്ങളുടെ പേപ്പറിനോട്. അപ്പൊ ആ ഒരു ഇംപ്രഷൻ നിങ്ങൾ ആൻസർ ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഒന്നാമത്തേൽ പറയാനുള്ളത്. രണ്ടാമത്തെ നോക്കാട്ടോ, റീസൺസ് ഫോർ ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ. അതായത് നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞ സ്ത്രീ പുരുഷ നിരക്കിന് കാരണം എഴുതുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1000 പുരുഷന്മാർക്ക് 948 സ്ത്രീകളാണ്. അത് എന്തുകൊണ്ടാണ് വന്നേ എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം, പെൺകുട്ടികളോടുള്ള പെരുമാറ്റം അല്ലെ. അപ്പൊ അതെന്താണ്, പെൺകുട്ടികളോടുള്ള പെരുമാറ്റം നമ്മുടെ സ്ത്രീകളുടെ അംഗസംഖ്യ എന്താണ് കുറയാനുള്ള കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൺകുട്ടികളോട് പെരുമാറുന്നത് പോലെയല്ല പെൺകുട്ടികളോടുള്ള സമീപനം സമൂഹത്തിന്റെ. ഓക്കെ ആണല്ലോ? അപ്പൊ അതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ആരോഗ്യ കാരണങ്ങൾ പറയാം. അതായത് മാതൃമരണം, പ്രസവത്തിലൊക്കെ അമ്മമാര് മരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സ്ത്രീകളുടെ നിരക്ക് കുറയും അല്ലെ. അതുപോലെ തന്നെ പെൺ ഭ്രൂണഹത്യ, അതായത് കുഞ്ഞ് പെണ്ണാണ് എന്നറിയുമ്പോൾ, അതൊക്കെ ഇപ്പൊ നിർത്തലാക്കിയിരിക്കുന്നു, എന്നാലും പെൺകുട്ടി കുഞ്ഞാണെന്ന് അറിയുമ്പോൾ എന്താണ് അതിനെ കളയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയുന്ന അടുത്തൊരു കാരണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പെൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഉത്തരേന്ത്യൻ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അതായത് പെൺകുട്ടികളെ അവരെന്താണ് വിദ്യാലയത്തിലോട്ട് അയക്കില്ല. അവിടെയുള്ള ആൺകുട്ടികളെ എന്ത് ചെയ്യും, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് സ്കൂളിലോട്ട് അയക്കും. പക്ഷേ പെൺകുട്ടികളെ അവരെന്ത് ചെയ്യും, വീട്ടു ജോലി ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ മറ്റു വീടുകളിലൊക്കെ പോയി പണിയെടുപ്പിക്കും, പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ആൺകുട്ടികളും പണി ചെയ്യും. അതായത് അവർ പക്ഷേ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ടൈം അല്ലെങ്കിൽ എന്താണ് സ്കൂളില്ലാത്ത ദിവസം അതൊക്കെയാണ് അവർ അങ്ങനെയാണ് പണിക്ക് പോവുക. പക്ഷേ ഈ ഗേൾസിന് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കില്ല, പക്ഷെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. ഒരു 15-16 വയസ്സാകുമ്പോൾ അവരെ കല്യാണം കഴിപ്പിച്ച് വിടുക. ഇതാണ് അവിടെയുള്ള ഒരു സിസ്റ്റം. അതായത് മിസ് ഇത് നേരിട്ട് കണ്ടതുകൊണ്ട് പറയാണ്. അപ്പോൾ ഒരു സ്റ്റോറി ഇവിടെ പറയാം. അപ്പോൾ മിസ് എന്താ 3 വർഷം ഡൽഹിയിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു സ്ലം ഏരിയ, അതായത് ഒരു ചേരി പ്രദേശം സന്ദർശിക്കേണ്ടി വന്നു. നമ്മൾ ആ ഒരു വില്ലേജിൽ പോയിട്ട് ഒരു പരിപാടിയായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. അതായത് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് അവിടെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം ആയിരുന്നു. അതിന്റെ ബേസിലാണ് നമ്മൾ അവിടെ പോയത്. അവർ നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും അവർ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ അവയർനെസ് കൊടുക്കാൻ പോയപ്പോൾ അത് നമുക്ക് ഒരു ഷോക്ക് തന്നെയായിരുന്നു. അതായത് നമ്മളെ ഇന്ത്യയിൽ ഇങ്ങനെയും ആളുകൾ ഉണ്ട് എന്നറിയുന്നത്. ഓക്കെ, അപ്പൊ അതിന് പോയതാണ് അവിടെ. പക്ഷേ അവിടെ ചെന്നപ്പോൾ വേറെ ആയിരുന്നു അവരുടെ പ്രശ്നം. അതായത് അവിടെ പഠിക്കണം എന്നുള്ളവരുണ്ടായിരുന്നു, ചെറിയ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പെൺകുട്ടികളെയാണ് കണ്ടത്. അപ്പോൾ അവിടെ പഠിക്കണം എന്നുള്ള അങ്ങനെ ചെറിയ ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു 7-8 വയസ്സുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികൾക്ക് എന്താണ് പഠിക്കണം. പക്ഷേ നമ്മൾ കൂടുതൽ അവിടെ കാര്യം അന്വേഷിച്ചപ്പോൾ അതിലുള്ള ഒരു കുട്ടി തന്നെ നമ്മളോട് പറഞ്ഞതാണ് അവർക്ക് ആധാർ കാർഡ് ഇല്ല, അതുകൊണ്ട് തന്നെ അവരെന്താണ് വിദ്യാലയത്തിലോട്ട് ചേരാനായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ വിചാരം എന്താണ്, അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഇല്ലെങ്കിൽ സ്കൂളിൽ ചേരാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് അവരെ പാരൻസിനായിട്ട് ഡിസ്കസ് ചെയ്തു. പക്ഷേ അവരൊന്നും ഇതിനെപ്പറ്റി അവർക്ക് വലിയ അറിവോ കൂടുതൽ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളോ അവർക്കറിയില്ല. നിങ്ങൾക്ക് ഇത് ഞാൻ എത്രത്തോളം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മൾ ഈ ഒരു കണ്ടീഷൻ, അതായത് കേരളത്തിന്റെ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് എത്രത്തോളം അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഇത് സ്ലം ഏരിയാസ് ആണ്. അവരുടെ പാരൻസിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരും എഡ്യൂക്കേറ്റഡ് ഒന്നല്ല. അവർക്കും എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിലും അവർക്ക് ഒരു ഈ കാര്യങ്ങളോടൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. ഓക്കെ, അവർ കണ്ടു വളരുന്നത് ജോലി ചെയ്യുക അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു, അവരെ എല്ലാ അവയർനെസ്സും അവർക്ക് കൊടുത്തു. ഓക്കെ, പക്ഷേ നമ്മൾ അവിടെ പോയത് വേറൊരു കാര്യത്തിനാണെങ്കിലും ചെയ്തത് നമ്മൾ അവർക്ക് ആധാർ കാർഡ് എടുത്തു കൊടുക്കാനുള്ള പരിപാടിയൊക്കെയാണ് ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ സ്കൂളിൽ ചേരാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പം അതാണ് ഉണ്ടായത്. ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഏത് ക്വസ്റ്റ്യനെ പറഞ്ഞു വന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ നല്ല ലെങ്തി ആവും എന്നാണ് തോന്നുന്നത്. ഈ കഥയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്തു പോകട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് വിപണിയെ ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ വിശകലനം ചെയ്യാനാണ്.
അപ്പോൾ ഇവിടെ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് നമ്മളെ സോഷ്യോളജിക്കൽ സ്റ്റഡിയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് മിയർലി എന്താണ്, ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഒരു സാമ്പത്തിക സ്ഥാപനം മാത്രമല്ല നമ്മളെ മാർക്കറ്റ്, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. അതായത് ഒരു സാമൂഹ്യ സ്ഥാപനം കൂടിയാണ് നമ്മളെ മാർക്കറ്റ്. അത് എങ്ങനെയാണ് മാർക്കറ്റ് ഒരു സാമൂഹ്യ സ്ഥാപനം കൂടിയായിട്ട് മാറുന്നത്? അതായത് നമ്മളെ കൺസ്യൂമേഴ്സിന്റെ ഇന്ററാക്ഷൻ തന്നെയാണ്, അതായത് അവരുടെ ഇടപെടലാണ് എന്താക്കി മാറ്റുന്നത്, നമ്മൾ ഈ ഒരു സാമൂഹ്യ സ്ഥാപനമാക്കിയിട്ട് നമ്മളെ മാർക്കറ്റിനെ മാറ്റുന്നത് എന്നുള്ളതാണ്. ഒരു സാമ്പത്തിക സ്ഥാപനമായ മാർക്കറ്റിനെ സാമൂഹ്യ സ്ഥാപനമാക്കി മാറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീക്ക്ലി മാർക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അതും ഇവിടെ എഴുതാട്ടോ. ഓക്കെ, വീക്ക്ലി മാർക്കറ്റിൽ എന്താ നടക്കുന്നത്? ഈവൻ മാരേജ് പ്രപ്പോസൽസ് വരെ വീക്ക്ലി മാർക്കറ്റിൽ വെച്ച് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ആളുകൾ കാണാനും പരസ്പരം സംസാരിക്കാനും കൂട്ടം കൂടാനും ഈ ഒരു അവസരമായിട്ട് എന്താണ് മാർക്കറ്റ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ എന്താണ് നമ്മുടെ സോഷ്യൽ കാറ്റഗറൈസേഷൻ, അതായത് സമൂഹത്തിന്റെ പല ശ്രേണിയിലുള്ളവരുടെ എന്താണ് ആധിപത്യവും മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം ഈ ഒരു എസ്സേ എഴുതാൻ കേട്ടോ. വീക്ക്ലി മാർക്കറ്റിന്റെ കാര്യം ഇവിടെ എഴുതണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി മാർക്കറ്റ് ദൊരൈ വില്ലേജിനെ കുറിച്ച് പഠനം നടത്തിയ ആളാണ് ആൽഫ്രഡ് ഗെല്ല് അല്ലേ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മൊത്തം അവിടെ എഴുതണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഓരോ കാറ്റഗറി, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ പെട്ടവർക്കും എന്താണ് ഓരോ സാധനങ്ങൾ വിൽക്കുന്നതിനും സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ മൊത്തം ഇവിടെ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ കമോഡിറ്റൈസേഷൻ വിത്ത് എക്സാമ്പിൾസ്. ഉദാഹരണ സഹിതം ചരക്കുവൽക്കരണം. അപ്പൊ അതായത് ചരക്കുവൽക്കരണം എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ കമോഡിറ്റി ചരക്കുകൾ, മുൻപേ ഉണ്ടായിരുന്ന കമോഡിറ്റീസ് എന്താണ് ഇപ്പൊ എന്താണ് വിൽപ്പന ചരക്കായിട്ട് മാറുക. അതായത് മുന്നേ മാർക്കറ്റിൽ ഉണ്ടാകാത്ത ചരക്കുകൾ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതാണ് എന്ത്, കമോഡിറ്റൈസേഷൻ അല്ലെങ്കിൽ ചരക്കുവൽക്കരണം. മുൻപേ മാർക്കറ്റില് വിൽക്കപ്പെടാത്ത സാധനങ്ങൾ ഇപ്പോ വിൽക്കുന്ന പ്രവണത. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെള്ളം, പണ്ട് കാലങ്ങളിൽ വെള്ളമൊന്നും വിറ്റിരുന്നില്ല. ഇന്ന് നമുക്ക് പാക്കറ്റ് വാട്ടേഴ്സ് കിട്ടും, ബോട്ടിൽ വാട്ടേഴ്സ് കിട്ടും അല്ലെ. അപ്പൊ അതൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെയാണ് ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യം, മാരേജ് ബ്യൂറോയുടെ കാര്യം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാട്ടോ. സ്ട്രക്ചർ വേണേ, സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് എക്സാമ്പിളൊക്കെ ലാസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇവിടെ പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇറ്റ്സ് കീ പ്രിൻസിപ്പിൾ. അതായത് എന്താണ് ശ്രേണീകരണം, ശ്രേണീകരണത്തിന്റെ 3 തത്വങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ശ്രേണീകരണം എന്ന് പറഞ്ഞാല്, അതായത് സമൂഹത്തിലുള്ള ആളുകളെ എന്താണ് ചെയ്യുന്നത്, വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പല തട്ടുകളായിട്ട് വിഭജിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കുറെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ 3 കീ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്, ഒന്നാമതായിട്ട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി. അതായത് ഇത് സമൂഹത്തിന്റെ ഒരു സവിശേഷതയാണ് എന്ത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഈ ഒരു വിഭജനം എന്ന് പറയുന്നത്. അല്ലാതെ എന്താണ് സിംപിളി ഒരു ഫംഗ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ല, ഇൻഡിവിജ്വൽസിന്റെ വ്യത്യാസം അല്ല എന്നുള്ളതാണ്. അതായത് വ്യക്തികളുടെ വ്യത്യാസം കൊണ്ടല്ല നമ്മൾ അങ്ങനെ വിഭജിക്കുന്നത്, പക്ഷേ ഇത് സമൂഹത്തിന്റെ ഒരു സവിശേഷതയാണ്. ഓക്കെ, ഇതാണ് ഒന്നാമതായിട്ട് പറയുന്ന പ്രിൻസിപ്പിൾ. രണ്ടാമതായിട്ട് എന്താണ്, ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ് ജനറേഷൻ ആയിട്ട് നമ്മുടെ തലമുറകളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക, നമ്മുടെ ബർത്തിലൂടെ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് അടുത്തത് പറയുന്നത്. അടുത്തത് പറയുന്നത് എന്താണ്, മൂന്നാമതായിട്ട് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ പാറ്റേൺസ് ഓഫ് ബിലീഫ് ഓർ ഐഡിയോളജി. ഇത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നിൽക്കാനുള്ള കാരണം എന്താണ്, നിലനിൽക്കാൻ സമൂഹത്തിൽ, അതായത് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ, പാറ്റേൺ ഓഫ് ബിലീഫ് ഓർ ഐഡിയോളജി ആണ്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 6th ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സിവിൽ സൊസൈറ്റി. ഓക്കെ, അതിന്റെ എക്സാമ്പിളും റെലവൻസും. പൗരസമൂഹം എന്ന് പറഞ്ഞാല് കുടുംബത്തിന് പുറത്തുള്ളതും അതുപോലെ തന്നെ എന്താണ് നമ്മളെ ഗവൺമെന്റിന് പുറത്തുള്ളതുമാണ് എന്ത്, കുടുംബ മണ്ഡലത്തിന്റെ പുറത്തും അതുപോലെ തന്നെ ഗവൺമെന്റിന് പുറത്തും ഔട്ട്സൈഡ് ആയിട്ട് നിൽക്കുന്നതുമാണ് നമ്മുടെ പൗരസമൂഹം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക. അതായത് കുടുംബത്തിന് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഗവൺമെന്റിനും ചെയ്യാൻ പറ്റാതെ വരുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടലെടുത്ത് വരുന്നതാണ് ഈ പൗരസമൂഹം എന്നുള്ളത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ NGOs പറയാം, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ ട്രേഡ് യൂണിയൻ പറയാം അതിന് എക്സാമ്പിൾ ആയിട്ട്. അതായത് ഇവർ ലാഭം പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലും ആയിരിക്കില്ല. ഇവർ എന്തിനു വേണ്ടിയിട്ട്, അവർ ആവശ്യങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു ഷെയ്ഡ് ആയിട്ടുള്ളവർക്ക് ഒരു ബിലീഫ് ഉണ്ടായിരിക്കും, അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ
വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടായിരിക്കുക. പൗരസമൂഹം എന്ന് പറയുന്നത് അതാണ്. കുടുംബ മണ്ഡലത്തിന് പുറത്തും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗവൺമെന്റിന് പുറത്തുമുള്ളതാണ് നമ്മളെ പൗരസമൂഹം എന്ന് വിളിക്കുന്നത്. ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ഇതിന്റെ പ്രസക്തി എന്താണ്? ഏറെ പ്രസക്തി ഉള്ളതാണ് സമകാലിക സമൂഹത്തിൽ. അതായത് ഗവൺമെന്റിനെ പ്രഷർ ചെയ്യിക്കാനും അതുപോലെ തന്നെ ഗവൺമെന്റിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ജനങ്ങളുടെ വോയിസ് ആണ് ഇന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ആർ ലിങ്ക്ഡ് പ്രോസസ്. എക്സ്പ്ലെയിൻ. അതായത് വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും പരസ്പര ബന്ധിത പ്രവർത്തനങ്ങളാണ്, വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് വിവരിച്ച് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് ഈ വ്യവസായവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? അതായത് വൈദ്യുതിയോ അല്ലെങ്കിൽ ആവി യന്ത്രമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം നടത്തുന്നതിനെയാണ് വ്യവസായവൽക്കരണം എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വ്യവസായവൽക്കരണം വരുന്നതിന് മുന്നേ ആളുകൾ കൃഷിയായിരുന്നു കൂടുതലും ചെയ്തിരുന്നത്, അല്ലേ? അപ്പൊ അതിനുശേഷം ആളുകൾ എന്താണ് വ്യവസായശാലകളിൽ ജോലിക്കായിട്ടൊക്കെ ചേക്കേറാൻ തുടങ്ങി, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട്. അതാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പ്രോസസ്സ് എന്താണ്? ഇന്റർലിങ്ക്ഡ് ആണ്. ഈ വ്യവസായവൽക്കരണം കാരണമാണ് നഗരവൽക്കരിക്കപ്പെട്ടത്, അല്ലേ? അപ്പൊ ഇതാണ് അവിടെ എഴുതണ്ടേ, കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രിറ്റിസിസം ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ. സംസ്കൃതവൽക്കരണത്തെ വിമർശനാത്മകമായിട്ട് എഴുതാനാ. സംസ്കൃതവൽക്കരണം ആരുടെ കോൺസെപ്റ്റാന്ന് എഴുതണം ആദ്യം. എം.എൻ. ശ്രീനിവാസാണ്. എം.എൻ. ശ്രീനിവാസന്റെ മറ്റ് രണ്ട് കോൺസെപ്റ്റാണ് എന്ത്? ഡോമിനന്റ് കാസ്റ്റും അതുപോലെ തന്നെ റിമെമ്പേർഡ് വില്ലേജ്. ബുക്കാണ് അദ്ദേഹത്തിന്റെ, ദ റിമെമ്പേർഡ് വില്ലേജ്. ഓക്കെ, ഡോമിനന്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രബല ജാതിയാണ് കേട്ടോ. എം.എൻ. ശ്രീനിവാസന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് സാൻസ്ക്രിറ്റൈസേഷൻ. അതായത് താഴെയുള്ള ജാതിയിൽപ്പെട്ടവർ എന്താണ് മുതിർന്ന ജാതി ഉയർന്ന ജാതിക്കാരെ അനുകരിക്കുന്നതാണ് എന്ത് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എന്താണ് ക്രിറ്റിസിസം എന്ന് നോക്കാം. അപ്പൊ ഈ സാൻസ്ക്രിറ്റൈസേഷന് പലതരത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം? അതായത് ഉയർന്ന ജാതിയെ ഭയങ്കര വലുതായിട്ടും താഴ്ന്ന ജാതിയെ ഇൻഫീരിയർ ആയിട്ടും പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളതാണ്. താഴ്ന്ന ജാതി കൊള്ളില്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ മുന്നേ ഉയർന്ന ജാതിയെ ഫോളോ ചെയ്യുന്നത്. അതാണ് സംഭവം. ഒന്നാമതായിട്ട് വിമർശനം നേരിട്ടത് അതാണ്. അതായത് ഉയർന്ന ജാതിയെ ഉയർന്നതായും താഴ്ന്ന ജാതിയെ താഴ്ന്നതായും കാണിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ദളിതരുടെ വർക്കിനെയൊക്കെ ഷെയിംഫുൾ ആയിട്ട് കണ്ടു എന്നുള്ളതാണ്. അതായത് മോശം ഒരു പ്രവൃത്തിയായിട്ട് അവരെ വർക്കിനെ കണ്ടു എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തത് എഴുതേണ്ടതാണ് ഈ സാൻസ്ക്രിറ്റൈസേഷൻ പ്യൂരിറ്റി പൊല്യൂഷൻ കൺസെപ്റ്റ്. ശുദ്ധി അശുദ്ധി കൺസെപ്റ്റിനെ പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളത്. അതായത് അതെല്ലാം ജസ്റ്റിഫൈ ചെയ്തു, അംഗീകരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് വിമർശനത്തിൽ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് എഴുതണം, ആരാണ് കൊണ്ടുവന്നത് എന്ന് എഴുതണം, അതുപോലെ അതിന്റെ വിമർശനം. ഇങ്ങനെ വേണം എസ്സേ എഴുതാൻ, കേട്ടോ. നെക്സ്റ്റ് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും. ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? അതായത് പഞ്ചായത്തിന് പലതരത്തിലുള്ള അധികാരങ്ങളുണ്ട്. ഒന്നാമത്തതാണ് എന്ത്? സോഷ്യൽ വെൽഫെയർ റെസ്പോൺസിബിലിറ്റി, അതായത് സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും ഉണ്ട്, വികസനത്തിന് വേണ്ടിയിട്ടുള്ളതും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ എന്താണ് പഞ്ചായത്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എങ്ങനെയാണ് വന്നത്? 73ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ്, ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് സംവിധാനം നമ്മളെ ഇന്ത്യയിൽ വന്നത്. ഈ കാര്യങ്ങൾ മുതൽ തുടങ്ങണം കേട്ടോ. ഓക്കെ, പിന്നെ പഞ്ചായത്തിന് എന്തൊക്കെയുണ്ട്? ടാക്സ് കളക്ട് ചെയ്യാം, അതുപോലെ ഫീസ് ഫൈൻ വാങ്ങാം. ഈ കാര്യങ്ങളൊക്കെ പഞ്ചായത്തിനുള്ള അവകാശങ്ങളാണ്. അതുപോലെ നെക്സ്റ്റ് പഞ്ചായത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ വെൽഫെയർ റെസ്പോൺസിബിലിറ്റീസ്. സാമൂഹ്യക്ഷേമ ഉത്തരവാദിത്വവും വികസന പ്രവർത്തന ഉത്തരവാദിത്വമാണ്. അപ്പോ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തില് കാറ്റിൽസിനെ കൊടുക്കുക എന്നുള്ളത്, വിതരണം ചെയ്യുക എന്നുള്ളതാണ്, അതായത് കന്നുകാലികളെ. അതുപോലെ തന്നെ അഗ്രികൾച്ചറും എന്ത് ചെയ്യാം? വികസിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ സീഡ്സ് കൊടുത്തിട്ട്, ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള സീഡ്സ് കൊടുത്തിട്ട്, ആ കാര്യങ്ങളൊക്കെയാണ് ക്ഷേമ പ്രവർത്തനത്തിൽ എഴുതണ്ടേ. അതുപോലെ തന്നെ എന്താണ് ചൈൽഡ് വെൽഫെയർ, അതുപോലെ ഇപ്പൊ ഈ നിങ്ങളെ നഴ്സറി വഴിയൊക്കെ, ബാലവാടി വഴിയൊക്കെ അമ്മയ്ക്കും കുട്ടികൾക്കും ഒക്കെ അതൊക്കെ നോക്കുന്നത് പഞ്ചായത്താണ് കേട്ടോ. പോഷകാഹാരങ്ങളൊക്കെ എത്തിക്കുന്നത് അതൊക്കെയാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ കണക്കുകൾ, ജനന മരണ കണക്കുകൾ സൂക്ഷിക്കുന്നതും പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ ഇതിൽ വരുന്നതാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഡെവലപ്മെന്റിൽ എന്താണ് വരുന്നത്? നമ്മളെ റോഡുകള്, പാലങ്ങള്, പബ്ലിക് ബിൽഡിങ്ങുകള്, കുളങ്ങള്, അതൊക്കെ നോക്കുന്നത് ആരാണ്? നമ്മളെ പഞ്ചായത്താണ്. അതുപോലെ തന്നെ സ്മോൾ കോട്ടേജ് ഇൻഡസ്ട്രി, അതായത് കുടിൽ വ്യവസായങ്ങളെയൊക്കെ പരിപോഷിപ്പിക്കുന്നതൊക്കെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. അപ്പൊ ഈ ഇതിൽ 73rd അമെൻമെന്റിന്റെ കാര്യങ്ങളും എഴുതാൻ നോക്കുക നിങ്ങൾ എന്തായാലും. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ നോക്കാം. സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവത്തിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എഴുതാനാണ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് എഴുതണം? ഇത് മാത്രം എഴുതിയാൽ പോരാ. അതിന്റെ അടുത്ത ടിപ്പായിട്ട് ആൻസർ എഴുതേണ്ടതിന്റെ അടുത്ത ടിപ്പായിട്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ,
അപ്പോൾ നമ്മളൊരു ആൻസറിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ അങ്ങനെ ഹെഡിങ് കൊടുത്ത് അതിന്റെ പോയിന്റ് എഴുതിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഹെഡിങ് പോലെ വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടൈം ഉണ്ടാവില്ല ചിലപ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഗ്രീൻ റവല്യൂഷൻ എന്ന് ഹെഡിങ് കൊടുക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് കേട്ടോ. ഇതാണ് സ്ട്രക്ചർ, ഗ്രീൻ റവല്യൂഷൻ. അപ്പൊ എന്താണ് ഗ്രീൻ റവല്യൂഷൻ? അപ്പൊ 1960 മുതൽ 70-ന്റെ ഉള്ളിൽ നമ്മൾ എന്ത് നേരിട്ടു? നമ്മൾ ഇന്ത്യ ഭക്ഷ്യ പ്രതിസന്ധി നേരിട്ടു. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ച് പരിപാടികൾ ആവിഷ്കരിച്ചു. അത് എന്തിലോട്ട് നയിച്ചു? ഹരിത വിപ്ലവത്തിലോട്ട് നയിച്ചു, അല്ലെ? സർപ്ലസ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു, സെൽഫ് സഫിഷ്യന്റ് ആയി എന്നുള്ളത് അത് അവിടെ എഴുതി വെക്കുക. അതാണ് ഗ്രീൻ റവല്യൂഷൻ. ആദ്യം അത് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഗ്രീൻ റവല്യൂഷനിൽ ഗവൺമെന്റ് നടത്തിയ പരിപാടികൾ? എന്തായിരുന്നു? ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള സീഡ് കൊടുക്കുക, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം, ജൈവ വളങ്ങൾ യൂസ് ചെയ്യാം, ആ കാര്യങ്ങൾ മൊത്തം അവിടെ എഴുതുക. ഓക്കെ, പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് യൂസ് ചെയ്യുക, കീടനാശിനി പോലുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെയാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. പിന്നെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ അടുത്തത് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉൾക്കൊള്ളിച്ച് വിവരിച്ച് എഴുതുക. അതും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സൊസൈറ്റി, എൻവയോൺമെന്റിനെ പ്രതികൂലമായിട്ട് ബാധിച്ചു, അല്ലേ? നമ്മൾ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എൻവയോൺമെന്റിനെ ബാധിച്ചു. അതുപോലെ നമ്മളെ മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടാൻ തുടങ്ങി, ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എന്താണ്, നമ്മളെ റിച്ച് ആയിട്ടുള്ള ഫാമേഴ്സ് റിച്ച് ആവുകയും പാവപ്പെട്ട ഫാർമേഴ്സിനൊന്നും കിട്ടാതെ അവർ പിന്നെയും പുവറായിട്ട് നിൽക്കുകയും ചെയ്തു, ഈ അവസ്ഥയൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെഴുതാം? ലാസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് ഓരോ ആൻസറും ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഒരു പേടിയും പേടിക്കണ്ട, പഠിച്ച കാര്യങ്ങൾ വൃത്തിക്ക് എഴുതാനും പറ്റണം നമുക്ക്. ഓക്കെ, നിങ്ങൾ ഈ ആൻസർ ഒക്കെ എഴുതി വന്നു, ലാസ്റ്റ് എഴുതുക ഇതെല്ലാമാണ് ഹരിത വിപ്ലവത്തിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ. ഇപ്പോഴാണ് നിങ്ങൾ ആൻസർ ഭംഗി കാണാൻ അത്രയും വൃത്തിയായിരിക്കും. അതും കൂടെ എഴുതി ആ ആൻസർ അവസാനിപ്പിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഫുള്ള് കിട്ടും കേട്ടോ. അപ്പൊ അടുത്തത് നോക്കാം നമുക്ക്, ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ ഇൻഡസ്ട്രി ആൻഡ് കൾച്ചർ. ഇന്ത്യൻ വ്യവസായങ്ങളിലും സംസ്കാരത്തിലും ആഗോളവൽക്കരണം ഉണ്ടാക്കിയ ആഘാതങ്ങൾ. അപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് എഴുതുക. എന്താണ് നമ്മുടെ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാല്? ലോകം മൊത്തം കണക്റ്റഡ് ആവുക, അല്ലേ? അപ്പൊ എന്തിന്റെ കാര്യത്തിലായാലും, പീപ്പിൾ ആയാലും, പിന്നെ അതുപോലെ ട്രേഡ് ആയാലും, വസ്തുക്കളായാലും, എന്ത് കാര്യമായാലും കണക്റ്റഡ് ആവുക. അതിർത്തി എന്നുള്ള ഒരു സങ്കല്പം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണത്തോട് കൂടിയിട്ട് നമ്മൾ എന്താണ്, എക്കണോമി ഫ്രീ ആയി, മാർക്കറ്റ് ഫ്രീ ആയി. അപ്പോൾ ഫോറിൻ രാജ്യങ്ങളിൽ നിന്നുള്ള കൺട്രീസ് ഇന്ത്യയിൽ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ സംസ്കാരങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഇമ്പാക്റ്റ് ആയിട്ട് വരാൻ ഉണ്ടായത്? അത് ഈ ഗ്ലോബലൈസേഷൻ എഴുതി കഴിഞ്ഞിട്ട് വേണം ഈ ഗ്ലോബലൈസേഷൻ എന്ത് ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നു പോയി, കരകൗശലം, അല്ലെ? അതിന് പറയുന്ന പേര് അപവ്യവസായവൽക്കരണം, ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ്. അതുപോലെ തന്നെ അവരുടെ പ്രോഡക്റ്റ് ഇവിടെ എന്താണ് ചീപ്പായിട്ട് കിട്ടാൻ തുടങ്ങിയതോട് കൂടിയിട്ട് നമ്മളെ വ്യവസായങ്ങൾ തകർന്നു. അതുപോലെ നമ്മളെ പട്ടണങ്ങൾ, പഴയ പട്ടണങ്ങൾ തകർന്ന്, മസൂലി പട്ടണം പോലുള്ള പട്ടണങ്ങളൊക്കെ തകർന്ന് പിന്നീട് വന്നത് ഏതാണ്? മദ്രാസ്, കൽക്കട്ട പോലുള്ള പട്ടണങ്ങൾ ഉയർന്നു വന്നു, പുതിയ പട്ടണങ്ങൾ ആയി. പിന്നീട് എന്ത് എഴുതണം? നമ്മളെ കൾച്ചറിന് എന്താ പറ്റിയേ? നമ്മുടെ സംസ്കാരങ്ങൾക്ക് മാറ്റം വന്നു, അല്ലെ? ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഭക്ഷണം, അതുപോലെ തന്നെ എന്താണ് നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈല് എല്ലാം മാറി ഈ ഗ്ലോബലൈസേഷനോട് കൂടിയിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജീൻസ് ഉപയോഗിക്കുന്ന ആളുകളായിരുന്നില്ല. ഓക്കെ, അത് നമ്മളെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് അവരെ കണ്ടിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എക്സാമ്പിൾ പറയുള്ളതാണ് നമ്മൾ ന്യൂഡിൽസ്. അത് ഇവിടെ കിട്ടുന്ന ഫുഡല്ല, ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ഇന്ത്യയിലോട്ടും വരാൻ തുടങ്ങിയത്. അതുപോലെ നമ്മളിപ്പോൾ ഈ കഴിക്കുന്ന ചിക്കൻ ആയിട്ടുള്ള ഐറ്റംസ് മൊത്തം, ഓക്കെ, അതൊക്കെ അറബ് ഫുഡ്സ് ആണ് ഏറെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കൾച്ചറിൽ മാറ്റം വന്നു, അല്ലേ? അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം പെസന്റ് മൂവ്മെന്റ്സും എക്കോളജിക്കൽ മൂവ്മെന്റും. അത് പഠിച്ചു വെക്കുക, ഏതൊക്കെയായിരുന്നു പെസന്റ് മൂവ്മെന്റ്, അതുപോലെ നമ്മുടെ എക്കോളജിക്കൽ മൂവ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഏത്? നമ്മുടെ ചിപ്കോ മൂവ്മെന്റ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെസന്റ് മൂവ്മെന്റിൽ നമുക്ക് എന്ത് എഴുതാം? ബംഗാൾ റിവോട്ട്, അതുപോലെ തന്നെ ഡെക്കാൻ റിവോട്ട്, ഓക്കെ, ബർദോളി സത്യാഗ്രഹ, അതുപോലെ പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ്സ്, ഈ കാര്യങ്ങൾ അതൊക്കെ ഡേറ്റ് സഹിതം പഠിക്കണം കേട്ടോ. അടുത്തത് എക്കോളജിക്കൽ മൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിപ്കോ മൂവ്മെന്റ് അതിൽ വിശദീകരിച്ച് എഴുതണം കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്,
എസ് ആയിട്ട് പറയാനുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനിയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണുക. കുറച്ച് ലെങ്തി ആവും. നിങ്ങൾ സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടിയിട്ട് കേൾക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഒരു 3 to 5 മാർക്ക് വരെയുള്ളത് നമ്മൾ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ 2 മാർക്ക് മുതൽ ഒരു 5 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ട് വേറെ വീഡിയോ ചെയ്യാം. നമ്മൾ മറ്റേ വീഡിയോ ചെയ്തിട്ടുള്ളത്, അതായത് മോഡൽ എക്സാമിന് ചെയ്തിട്ടുള്ളത് ഓക്കെ അത്യാവശ്യം കണ്ടന്റ് ഉള്ളതാണ്, അത് മതി ശരിക്ക്. പക്ഷെ നിങ്ങൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും നല്ല ലെങ്തി വീഡിയോ ആണ് എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ മിസ് നിർത്തുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എക്സാം നമ്മൾ തകർത്തെഴുതും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മിസ് നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു +2 സോഷ്യോളജി എക്സാമിൽ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആരും ഒരു ടെൻഷനും വേണ്ട. മിസ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവരും റിസൾട്ട് അടിപൊളിയാക്കണം, എന്നെ നന്നായിട്ട് ഹാപ്പി ആക്കണം. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.